പണ്ട് പണ്ട് മഹാബലി എന്നു പേരുള്ള ഒരു അസുര ചക്രവർത്തി കേരളം ഭരിച്ചിരുന്നു. അസുരനെങ്കിലും പ്രജാക്ഷേമ തൽപരനായ അദ്ദേഹം വളരെ സത്യസന്ധനും ധർമ്മിഷ്ഠനും ദാനശീലനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നാട്ടിലെങ്ങും സന്തോഷവും സമൃദ്ധിയും കളിയാടി. ജനങ്ങളെല്ലാം ഒത്തൊരുമയോട് കൂടി ജീവിച്ചു. അവർ അദ്ദേഹത്തെ ദൈവത്തെ പോലെ ആരാധിച്ചു. ദാനധർമാദികളിൽ പ്രശസ്തനായി തീർന്ന മഹാബലി അതിനായി ഒരു പർണശാല തന്നെ പണികഴിപ്പിച്ചു. എന്നും രാജ്യകാര്യങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടെ എത്തി ദാനധർമ്മങ്ങളിൽ മുഴുകിയിരുന്നു. ദിവസവും അദ്ദേഹത്തെ ദർശിക്കുവാനും ദാനധർമ്മങ്ങൾ ഏറ്റുവാങ്ങുവാനും അനേകായിരം പേർ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തി ഈരേഴു 14 ലോകങ്ങളിലും വ്യാപിച്ചു. അസുരന്മാരുടെ ആജന്മ ശത്രുക്കളായ ദേവന്മാരുടെ ചെവിയിലും ഈ വാർത്ത എത്താതിരുന്നില്ല. കലകപ്രിയൻ എന്ന് പേരുകേട്ട നാരദനാണ് ഇതുമായി ദേവലോകത്തെത്തിയത്. നാരായണ 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 നാരായണ. സ്വാഗതം ദേവർഷി. അങ്ങേക്ക് ദേവരാജൻ ഇന്ദ്രന്റെ പ്രണാമം. പ്രണാമം ദേവരാജൻ. പറഞ്ഞാലും ദേവർഷി, എന്താണ് പുതിയ വിശേഷങ്ങൾ? നാരായണ നാരായണ. ദേവരാജൻ, അങ്ങ് അറിഞ്ഞില്ലേ ഭൂമിയിലെ വിശേഷങ്ങൾ? ഭൂമിയിലെ വിശേഷങ്ങളോ? അവിടെ എന്താണ് വിശേഷം? നാരായണ നാരായണ. അങ്ങ് അറിഞ്ഞില്ലെന്ന് ഭൂമിയിൽ മഹാബലി എന്നൊരു അസുര ചക്രവർത്തിയാണ് ഭരണം നടത്തുന്നത്. അദ്ദേഹം ഭരണവൈഭവത്താലും സത്യസന്ധതയാലും ദാനധർമാദികളാലും ലോകങ്ങളിലും പ്രശസ്തമായി തീർന്നിരിക്കുന്നു. ദേവന്മാരെ പൂജിക്കുന്ന ഭൂവാസികൾ ഇപ്പോൾ ഒരു അസുരനെയാണ് പൂജിക്കുന്നത്. ദേവരാജനായ അങ്ങൊന്നും അറിഞ്ഞില്ലെന്ന്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ദേവരാജ, അങ്ങയുടെ കാര്യം നാരായണ നാരായണ. ദേവർഷി, നാം ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് തന്നെ ഇതിനൊരു പോംവഴി കണ്ടെത്തണം. ദേവന്മാരെ സഹായിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. നാരായണ നാരായണ. ദേവരാജൻ, ഇതിനൊരു പോംവഴി കണ്ടെത്താൻ നമ്മെ കൊണ്ട് സാധിക്കും. സ്ഥിതിപാലകനായ സാക്ഷാൽ വൈകുണ്ഠപതിക്ക് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയൂ. അതുകൊണ്ട് എല്ലാവരും കൂടി അദ്ദേഹത്തെ കണ്ട് സങ്കടമുണർത്തിക്കും. അദ്ദേഹം ഇതിനൊരു പോംവഴി കാണാതിരിക്കും. നാരായണ 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 നാരായണ. നാരദന്റെ വാക്കുകൾ കേട്ട ദേവേന്ദ്രൻ പരിഭ്രാന്തനായി തീർന്നു. അദ്ദേഹം മറ്റു ദേവന്മാരെയെല്ലാം വിളിച്ചു വരുത്തി കൂടി ആലോചന നടത്തി. ആലോചനയ്ക്കൊടുവിൽ നാരദ മഹർഷി പറഞ്ഞ പോലെ സാക്ഷാൽ മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിക്കാൻ അവർ തീരുമാനിച്ചു. വൈകുണ്ഠപതിക്ക് ദേവരാജൻ ഇന്ദ്രന്റെ പ്രണാമം. ആയുഷ്മാൻ ഭവ. അല്ല ദേവേന്ദ്ര, ദേവന്മാരെല്ലാവരും ഉണ്ടല്ലോ. ദേവലോകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും? പ്രഭു, ഞങ്ങളൊരു ധർമ്മസങ്കടത്തിലാണ്. അങ്ങേക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ രക്ഷിക്കാനാവില്ല. ദേവേന്ദ്ര, പറയൂ, എന്താണ് അങ്ങയുടെ മനസ്സിനെ മതിക്കുന്ന പുതിയ പ്രശ്നം? എന്താണെങ്കിലും നാം അതിന് പരിഹാരം കാണുന്നതാണ്. ഭഗവാനെ, അങ്ങേക്കറിയാവുന്നതല്ലേ ഭൂമിയിൽ മഹാബലി എന്നൊരു അസുരൻ ഭരണം നടത്തുന്നത്? ദാനധർമാദികളെ കൊണ്ട് കീർത്തിമാനായി തീർന്ന ബലി ദേവന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നിരിക്കുന്നു. ഉടനെ അങ്ങ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ദേവന്മാരായ ഞങ്ങൾക്ക് ഭൂവാസികൾക്കിടയിൽ സ്ഥാനമില്ലാതെയാവും. എല്ലാം നാം അറിയുന്നു ദേവരാജൻ. അങ്ങേപ്പോലെ ബലിയും നമ്മുടെ ഭക്തനാണ്. അതുകൊണ്ട് നാം ഇതിന് ഉചിതമായ ഒരു പരിഹാരം കണ്ടെത്താം. നിങ്ങൾ ധൈര്യമായി പോയിക്കൊള്ളൂ. ആയുഷ്മാൻ ഭവ. നന്ദി പ്രഭു. വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട ദേവന്മാർ സന്തോഷത്തോടെ ദേവലോകത്തേക്ക് തിരിച്ചുപോയി. ഈ സമയം ഭൂമിയിൽ മഹാബലി ഇതൊന്നും അറിയാതെ സുസ്ഥിരമായി ഭരണം നടത്തിപ്പോന്നു. എങ്ങും സന്തോഷവും സമൃദ്ധിയും കളിയാടി. ഒരു ദിവസം ദാനധർമാദികൾക്ക് ശേഷം ബലിയും കുലഗുരുവായ ശുക്രാചാര്യരും പർണശാലയിൽ വിശ്രമിക്കുമ്പോൾ മഹാവിഷ്ണു ഒരു ബ്രാഹ്മണകുമാരന്റെ വേഷത്തിൽ അവിടേക്കെത്തി.
നാം ഹേ തേജസ്വിയെ ബാലക, അങ്ങ് ആരാണ്? അങ്ങ് എന്തിനാണ് നമ്മെ കാണാൻ വന്നത്? അല്ലയോ ചക്രവർത്തി, നാം ഒരു ബ്രാഹ്മണ കുമാരനാണ്. പേര് വാമനൻ. നമുക്ക് തപസ് ചെയ്യാൻ കുറച്ച് ഭൂമി തന്ന് സഹായിക്കണം. ഹേ വാമന, ചോദിച്ചുകൊള്ളുക. അങ്ങേക്ക് തപസ് ചെയ്യാനായി എത്ര ഭൂമിയാണ് വേണ്ടത്? പ്രഭു, അടിയന് വെറും 3 അടി മണ്ണ് മാത്രം മതി. വെറും 3 അടി മണ്ണോ? അതെ പ്രഭു, 3 അടി മണ്ണ് മാത്രം. അത് നാം തന്നെ അളന്നെടുത്തുകൊള്ളാം. നാം ഇതാ വാക്ക് തരുന്നു. അങ്ങേക്ക് ആവശ്യമായ ഭൂമി അങ്ങ് തന്നെ അളന്നെടുത്തുകൊള്ളു. ഈ സമയം വാമനന്റെ ആഗമനോദ്ദേശം മനസ്സിലാക്കിയ ശുക്രാചാര്യർ ഭൂദാനത്തിൽ നിന്ന് മഹാബലിയെ വിലക്കി. മഹാരാജൻ, ഇത് ചതിയാണ്. അങ്ങ് വിചാരിക്കും പോലെ ഇതൊരു സാധാരണ ബാലകനല്ല. ദേവന്മാരെ സഹായിക്കാനായി വാമനനായി അവതരിച്ചിരിക്കുന്ന മഹാവിഷ്ണുവാണിത്. ഗുരു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഇത് സത്യമാണോ? അതേ രാജൻ, ഇത് ചതിയാണ്. പക്ഷേ ആചാര്യ, ഭൂമി നൽകാമെന്ന് നാം വാക്ക് പറഞ്ഞുപോയി. നമുക്കിത് പാലിക്കാതെ നിവൃത്തിയില്ല. നീ നിന്റെ വാക്ക് മാറ്റി പറയണം, അല്ലെങ്കിൽ അത് നിനക്ക് ദോഷമായി ഭവിക്കും. ഇല്ല ഗുരുദേവ, നാം മഹാബലിയാണ്. നമുക്ക് വാക്ക് മാറാനാവില്ല. ബലി, നീ നമ്മുടെ വാക്ക് അനുസരിക്കുന്നില്ലെങ്കിൽ അതിന്റെ പരിണിത ഫലം വളരെ കഠിനമായിരിക്കും. അങ്ങ് എന്നോട് ക്ഷമിക്കണം, എനിക്കതിന് കഴിയില്ല. മഹാബലിയുടെ മറുപടി കേട്ട ശുക്രാചാര്യർ കോപം കൊണ്ട് ജ്വലിച്ചു. അദ്ദേഹം മഹാബലിയെ ശപിച്ചു. എന്ത്? കുലഗുരുവായ നമ്മുടെ വാക്കുകൾ അനുസരിക്കാത്ത നിനക്ക് രാജ്യവും അധികാരവും നഷ്ടപ്പെടട്ടെ. ശുക്രാചാര്യരുടെ ശാപം ബലിയെ ഒന്ന് ഉലച്ചെങ്കിലും അദ്ദേഹം തന്റെ വാക്കുകളിൽ ഉറച്ചു നിന്നു. അദ്ദേഹം വാമനന് ഭൂമി ദാനം ചെയ്യാൻ തയ്യാറായി. ഹേ ബ്രാഹ്മണകുമാര, അങ്ങക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ഭൂമി ഞാൻ നൽകുകയാണ്. അങ്ങ് അളന്നെടുത്തുകൊള്ളൂ. മഹാബലിയുടെ അനുവാദം കിട്ടിയ വാമനൻ വളരുവാൻ തുടങ്ങി. ഭീമാകാരം പൂണ്ട വാമനൻ 1ഉം 2ഉം പാദങ്ങൾ കൊണ്ട് ത്രിലോകങ്ങളും അളന്നെടുത്തു. നാം നമ്മുടെ 1ഉം 2ഉം പാദങ്ങൾ കൊണ്ട് ത്രിലോകങ്ങളും അളന്നു കഴിഞ്ഞു. ഇനി നമുക്ക് 3ാമത്തെ പാദം വയ്ക്കാൻ സ്ഥലമില്ല. 3ാമത്തെ പാദം നമ്മുടെ ശിരസിൽ വെച്ചുകൊള്ളൂ. ഹേ മഹാബലി, നീതിമാനും ധർമ്മിഷ്ഠനും പ്രജാതൽപരനുമായ അങ്ങയുടെ സത്യസന്ധത നമ്മെ സംപ്രീതനാക്കിയിരിക്കുന്നു. നാം നമ്മുടെ 3ാമത്തെ പാദത്താൽ താങ്കളെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്താൻ പോവുകയാണ്. അതിനു മുമ്പ് അങ്ങേക്ക് ആവശ്യമുള്ള വരം ചോദിക്കാവുന്നതാണ്. പ്രഭു, വർഷത്തിലൊരിക്കൽ നമുക്ക് നമ്മുടെ പ്രജകളെ സന്ദർശിക്കുവാനും അവരുടെ ക്ഷേമാന്വേഷണം നടത്തുവാനുമുള്ള അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. 3ാമത്തെ പാദം വയ്ക്കുവാൻ മഹാബലി വാമനന്റെ മുൻപിൽ ശിരസ് നമിച്ചു നിന്നു. വാമനൻ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. അങ്ങനെ എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മഹാബലി നമ്മെ കാണാൻ വരുന്നു. ആ ദിവസമാണ് നാം തിരുവോണമായി കൊണ്ടാടുന്നത്.